അർജുനെതിരെ ഗുരുതര ആരോപണമാണ് ജിൻഡോ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അർജുൻ ടാസ്കിനിടയിൽ മുഖത്ത് പിടിച്ച് തള്ളി എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ തനിക്ക് നന്നായിട്ട് അത് വേദനിച്ചു. അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് അർജുന് ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജിൻഡോ അത് പറഞ്ഞത് ക്യാപ്റ്റനോടും വീട്ടിലെ പവർ ടീം അംഗങ്ങളോടാണ്. ബിഗ് ബോസിനോട് ഇതുവരെ അതൊരു പരാതിയായിട്ട് ജിൻഡോ പറയുന്നത് കണ്ടില്ല. അതിനുശേഷം അവിടെ രതീഷുമായിട്ട് ഇരുന്നിട്ട് സിഗരറ്റ് റൂമിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. രതീഷ് പറയുന്നുണ്ട് അത് ഗെയിമിന്റെ ഇടയിൽ സംഭവിച്ച കാര്യമാണ്, ചെറിയൊരു കാര്യമാണ്, നീ അത് വിട്ടുകള എന്ന് രതീഷ് പറയുന്ന സമയത്ത് ജിൻഡോ പറയുന്നത് അത് വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല, അവനത് വീണ്ടും ഗെയിമൊക്കെ വരുന്ന സമയത്ത് കളിച്ചാൽ ശരിയാവില്ല, എങ്കിൽ പിന്നെ തിരിച്ചു ഞാൻ അങ്ങനെ ഗെയിം കളിക്കേണ്ടി വരും എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോ പറഞ്ഞൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതെന്തായാലും എനിക്ക് കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ, അവിടെ അർജുനെ ഞാൻ യെല്ലോ കാർഡ് കൊടുപ്പിക്കും എന്നാണ് ജിൻഡോ പറയുന്നത്. ജിൻഡോന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അർജുൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവിടെ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ അർജുനെ യെല്ലോ കാർഡ് കൊടുപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം എന്ന് പറയുന്നത്. അത് ജിൻഡോ അവിടെ രതീഷിന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അർജുന് യെല്ലോ കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് എനിക്കത് വേദന എടുക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് വേദന എടുത്തിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യകതയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് അവനിട്ട് ഒരു യെല്ലോ കാർഡ് കൊടുക്കണം, അതാണ് അതിന്റെ ആവശ്യം എന്നവിടെ ജിൻഡോ രതീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് ടീമിനോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ജിൻഡോ ക്യാമറ നോക്കി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി ജിൻഡോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അർജുൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡിഫെൻഡ് ചെയ്തത് മാത്രമാണ്, മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളതാണ് അർജുന്റെ എക്സ്പ്ലനേഷൻ. ഇനി സോറി പറയുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അർജുൻ. ഇനിയിപ്പോൾ ബിഗ് ബോസ് ടീമും ലാലേട്ടനുമാണ് ഇതിനെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്.